ക്ലാസ്സോടുകൂടി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി 2 ടോപ്പിക്സും കൂടിയാണ് പറയേണ്ടത്. ഒന്ന് ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് പറയണം, അത് സോൾവ് ചെയ്യേണ്ട മാർഗം എന്തൊക്കെയാണ്. അതിനകത്താണ് നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് എന്ന് പറയുന്ന ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചുകൂടി പറയണം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവില്ലായ്മ, അതിനെയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ അണേബിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ, അതിനെയാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി മെയിൽസിനും സംഭവിക്കാം, ഫീമെയിൽസിനും സംഭവിക്കാം. പക്ഷെ സാധാരണ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, അതായത് വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു പ്രത്യേക ടൈമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ ജനിക്കാതിരുന്നാൽ ഫീമെയിൽസിനെ ആ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റി നേരത്തെ പറഞ്ഞു മെയിൽസിനും ഫീമെയിൽസിനും സംഭവിക്കാവുന്ന കാര്യമാണ്. പിന്നെ ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് കാരണങ്ങൾ ഇൻഫെർട്ടിലിറ്റിക്ക് നമുക്ക് പറയേണ്ടി വരും. എങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഫിസിക്കൽ ആയിട്ടുള്ള റീസൺസ്, അടുത്തത് കൺജെനിറ്റൽ ആയിട്ടുള്ള റീസൺ. അപ്പോ ഫിസിക്കൽ, കൺജെനിറ്റൽ, ഡ്രഗ്സിന്റെ ഉപയോഗം, ചില ഡിസീസസ് നമ്മൾ പറഞ്ഞു STDs പോലെയുള്ള ഡിസീസസ്, അതുപോലെ ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ, ഇമ്മ്യൂണോളജിക്കൽ, ദെൻ സൈക്കോളജി. ഇങ്ങനെ 6 റീസൺസ് നമുക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയുള്ള റീസൺസ് ആയിട്ട് പറയാം. അപ്പൊ ഒന്നുകൂടി ഫിസിക്കൽ, കൺജെനിറ്റൽ, ഡിസീസസ്, ഡ്രഗ്സ്, ഇമ്മ്യൂണോളജിക്കൽ ആൻഡ് സൈക്കോളജി. ഇതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഇതൊക്കെ വളരെ നന്നായിട്ട് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാ അർത്ഥത്തിലും മെച്യൂരിറ്റി, എല്ലാ അർത്ഥത്തിലും ഡെവലപ്പ് ആവുക, അതാ ഫിസിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡെവലപ്മെന്റ്സിൽ എന്തെങ്കിലുമൊക്കെ തകരാറുകൾ വന്നു കഴിഞ്ഞാൽ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും. കൺജെനിറ്റൽ, പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, പാരമ്പര്യമായിട്ട് ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഫാമിലീസ് കാണും. അപ്പൊ ആ ഒരു ജീൻ തകരാറ് നമ്മൾ പറയുന്നു അല്ലെ, കൺജെനിറ്റൽ ആയിട്ടുള്ള റീസൺസ്. അതുപോലെ ആവശ്യമില്ലാത്ത ഡ്രഗ്സിന്റെ ഉപയോഗം, ആൽക്കഹോളിക് ആയ ആൾക്കാർ, അമിതമായ ഒരു പരിധിക്കപ്പുറം ആൽക്കഹോളിക് ആയ ആൾക്കാർ, അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ ഒക്കെ ഉപയോഗം, എന്തെങ്കിലുമൊക്കെ മരുന്നുകൾക്ക് നമ്മൾ ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് നമ്മൾ ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് ആ ഡ്രഗ്സിന്റെ ഒക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട്, ഇപ്പൊ ഡ്രഗ്സ് എന്ന വാക്ക് ഈ കഴിക്കുന്ന ടാബ്ലറ്റ്സ് എന്ന മീനിങ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ അങ്ങനെയും ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റി സംഭവിക്കാം. പ്രത്യേകിച്ച് ഹോർമോണൽ ടാബ്ലറ്റ്സ് ഒക്കെയാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ ഹോർമോൺസിന്റെയൊക്കെ എഫക്ട് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകും. അപ്പൊ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകാം. ഡിസീസസ്, അപ്പൊ അതൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയ ഡിസീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇമ്മ്യൂണോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ഇപ്പൊ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി പവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കഴിക്കുന്ന ടാബ്ലറ്റ്സിന്റെ ഒക്കെ എഫക്ട് എന്ന് വേണമെങ്കിൽ പറയാം, ഇൻഫെർട്ടിലിറ്റിയിൽ ഉണ്ടാവാം. ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അമിതമായ സ്ട്രെസ്, അതുപോലെ എന്താ പറയുന്നത്, ചില ഡിപ്രഷൻ പോലത്തെ ചില അവസ്ഥകൾ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് എന്തിനു കാരണമാകും? അതായത് സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഹോർമോൺ ബാലൻസ് ഒക്കെ തെറ്റുകയാണ്. അപ്പൊ അതൊക്കെ എന്തിനു കാരണമാകും? ഈ പറയുന്ന പോലെ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകും. അപ്പൊ റീസൺസ് മാത്രം ഓർക്കുക. ഇനി മിക്കവാറും എല്ലാ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയും. അതിനുവേണ്ടി പ്രത്യേക ക്ലിനിക്കുകളുണ്ട്. നമ്മൾ അതിനെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് എന്നാണ് പറയുന്നത്, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്.
അപ്പൊ അവിടെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അവരെയൊക്കെ ചെന്ന് കണ്ടിട്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഒരു പരിഹാര രീതി പറഞ്ഞു തരാനും അത് സക്സസിലേക്ക് എത്തിക്കാനും അവരെ കൊണ്ട് കഴിയും. അപ്പൊ ഇങ്ങനെ ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി മാറിയില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വന്തമായി ഒരു കുഞ്ഞ് വേണം എന്ന ആഗ്രഹത്തോടു കൂടി ആയിരിക്കുമല്ലോ ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സിലൊക്കെ പോകുന്നത്. അപ്പൊ അവർക്കൊരു കുഞ്ഞ് കൂടിയേ തീരൂ, അവരുടെ തന്നെ ഒരു കുഞ്ഞ് കൂടിയേ തീരൂ എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് കുറെ പുതിയ ടെക്നോളജീസ് നമുക്കിപ്പോ ഉള്ളത്. ആ ടെക്നോളജിയെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആർട്ട് എന്ന് വിളിക്കാം. ART, ആർട്ട്. ഓക്കെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയ പോർഷനാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. വളരെ നന്നായിട്ട് തന്നെ പഠിക്കാൻ വേണം. ഈ ആർട്ട് ടെക്നിക്സ് ഇത് രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, രണ്ടാമത്തേത് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ. ഇൻ വിട്രോ, ഇൻ വിവോ, ഈ പേരൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ അധികം വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. അതെന്താണെന്നും അതിന്റെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഇൻവിട്രോ എന്ന് പറയുന്നത് ബോഡിക്ക് പുറമേ നടക്കുന്നു, ഔട്ട്സൈഡ് ദ ബോഡിയാണ്. ലാബ് കണ്ടീഷനിലാണ് നമ്മൾ ആ പ്രോഗ്രാംസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇൻ വിവോ എന്ന് പറയുന്നത് ഇൻസൈഡ് ദ ബോഡിയാണ്. അപ്പോ ഫീമെയിൽ ബോഡിക്ക് അകത്ത് വെച്ചിട്ടാണ് എല്ലാ പ്രോസസ്സുകളും നടക്കുന്നത്. അപ്പൊ ഇൻവിട്രോ ഔട്ട്സൈഡ് ദ ബോഡി, ഇൻ വിവോ ഇൻസൈഡ് ദ ബോഡി. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ലാബ് കണ്ടീഷനിൽ ചെയ്യുന്നു, ബോഡിക്ക് പുറത്ത് വെച്ചിട്ടാണ് സൈഗോട്ട് ഫോർമേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അതായത് ഫീമെയിൽ ബോഡിക്ക് അകത്ത് വെച്ച് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഫീമെയിൽ ബോഡിക്ക് പുറത്ത് വെച്ച് നടത്തും. അപ്പൊ അങ്ങനെ നടക്കുമ്പോ ഫീമെയിൽ ബോഡിയുടെ കണ്ടീഷൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടി ഫീമെയിൽ ബോഡിക്കകത്ത് ഫലോപ്പിയൻ ട്യൂബിലൊക്കെ എന്ത് കണ്ടീഷനാണോ ആ സെയിം കണ്ടീഷൻസ് ലാബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ട് ഗ്യാമേറ്റ്സുകളെ തമ്മിൽ എന്ത് ചെയ്യിക്കുന്നു, ഫ്യൂസ് ചെയ്യിക്കുന്നു. അപ്പോ മെയിലിൽ നിന്നും ഫീമെയിലിൽ നിന്നും ഗ്യാമേറ്റിനെ കളക്ട് ചെയ്യണം, ഓവത്തിനെയും അതുപോലെ സ്പെർമിനെയും കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ ലാബ് കണ്ടീഷനിൽ, അതായത് ബോഡിയുടെ സിമിലർ ആയ ആ കണ്ടീഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫെർട്ടിലൈസേഷൻ നടത്തുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന സൈഗോട്ടിന് ഒന്നുകിൽ സൈഗോട്ട് ആയിരിക്കുന്ന സ്റ്റേജ്, അല്ലെങ്കിൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഏർലി എംബ്രിയോ ആവുന്ന സ്റ്റേജസ്, ഈ രണ്ടവസ്ഥയിൽ ഏതായാലും കുഴപ്പമില്ല. ഇതിനെ ഫീമെയിൽ ബോഡിയിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. സാധാരണയായിട്ട് എംബ്രിയോയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഈ ഇൻവിട്രോ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, IVF എന്ന് നമ്മൾ പറയുന്ന ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ഇതിനെ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്ന് നമുക്ക് വിളിക്കാം. അതിന്റെ കാരണം പിടികിട്ടിയല്ലോ. അപ്പോ IVF-നെ തുടർന്ന്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷനെ തുടർന്ന് എന്ത് നടത്തണം, എംബ്രിയോ ട്രാൻസ്ഫർ നടത്തേണ്ടി വരും. അപ്പോ എന്താ ചെയ്യുന്നത് മനസ്സിലായല്ലോ. സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞു, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 സെല്ല് 4 സെല്ല്, അപ്പൊ 2 സെല്ല് സ്റ്റേജ്, 4 സെല്ല്, 8 സെല്ല്, ഇങ്ങനെ ഇരട്ടിച്ചെട്ടിച്ച് പോകുമ്പോ ബ്ലാസ്റ്റോമിയേഴ്സ് നമ്മൾ വിളിക്കും. അപ്പൊ ഒരു 8 സെല്ല് ബ്ലാസ്റ്റോമിയർ സ്റ്റേജ് ഒക്കെ ആകുമ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, ഫലോപ്പിയൻ ട്യൂബിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ 8 സെൽഡ് ബ്ലാസ്റ്റോമിയർ സ്റ്റേജിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ ഒരു പേര് വിളിക്കും, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുന്നത്. ചുരുക്കി വിളിക്കുന്ന പേര് ഷോർട്ട് ഫോം സിഫ്റ്റ് എന്ന് പറയാം. ZIFT ആണ് സിഫ്റ്റ്. ഓക്കെ, ഫുൾ ഫോം പഠിക്കണം, ഷോർട്ട് ഫോമും പഠിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചു. ഇനി ഫലോപ്പിയൻ ട്യൂബിലേക്ക് അല്ലാതെ യൂട്രസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 8 സെൽഡ് ബ്ലാസ്റ്റോമിയർ സ്റ്റേജിലും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അതിനെ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ IUT എന്ന് പറയും. അപ്പൊ 2 പേര് കിട്ടി. ഇതൊക്കെയാണ്, ഒന്ന് സിഫ്റ്റ്, രണ്ടാമത്തേത് IUT. ഇനി ഇൻവിവോ ഫെർട്ടിലൈസേഷനിലേക്ക് പോയാൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും യൂസ് ചെയ്യുന്നത് ഫീമെയിൽ ബോഡിക്കകത്ത് വെച്ചിട്ട്
ബാക്കി എല്ലാ പ്രോസസ്സും സൈക്കോട്ട് ഫോം ചെയ്യുന്നു, എംബ്രിയോ ഫോം ചെയ്യുന്നു, ഇംപ്ലാന്റേഷൻ എല്ലാം ഫീമെയിൽ ബോഡിയിൽ കംപ്ലീറ്റും ഇൻസൈഡ് ദ ബോഡിയാണ്. അപ്പൊ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയുടെ ആവശ്യം എന്താണ്? നോർമലായിട്ട് ഫീമെയിലിന്റെ ബോഡിയിൽ വെച്ചാണല്ലോ ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ ഒരു കപ്പിൾ അവർക്ക് കുട്ടികൾ വേണം, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഫീമെയിലിന് പ്രഗ്നന്റ് ആകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫീമെയിലിന്റെ ബോഡി അതിന് സ്യൂട്ടബിൾ അല്ല എന്ന് വിചാരിക്കുക. പക്ഷെ ഓവത്തിന് പ്രശ്നമൊന്നുമില്ല, ഓവുലേഷനൊക്കെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മെയിലിന്റെ സ്പേമിനോ സ്പേം കൗണ്ടിനോ ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ കോണ്ടാക്ട് വഴി അല്ലെങ്കിൽ ഫീമെയിലിന്റെ ബോഡിയിൽ ഈ പറഞ്ഞ കപ്പിൾ, ആ ഒരു വൈഫ് എന്ന് പറയുന്ന ആളിന്റെ ബോഡിയിൽ പ്രഗ്നൻസി സാധ്യമാകുന്നില്ലെങ്കിൽ, യൂട്രസിന് എന്തെങ്കിലും കംപ്ലൈന്റ്, അങ്ങനെ പല കാര്യങ്ങളാവാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും തന്നെ ഞാൻ പോകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കപ്പിൾസിൽ നിന്നും ഗ്യാമേറ്റ്സിനെ കളക്ട് ചെയ്തതിനു ശേഷം, അതായത് ഫീമെയിലിൽ നിന്നും ഓവത്തിനെ കളക്ട് ചെയ്യുക, മെയിലിൽ നിന്ന് സ്പേമിനെ കളക്ട് ചെയ്യുക, കളക്ട് ചെയ്ത ഗ്യാമേറ്റ്സിനെ മറ്റൊരു ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഗ്യാമേറ്റ്സിന്റെയും ഫ്യൂഷൻ നടക്കുന്നത് ലാബ് കണ്ടീഷനിലല്ല, മറ്റൊരു ഫീമെയിൽ ബോഡിക്കകത്ത്, അതായത് ഈ പ്രഗ്നന്റ് ആവാൻ എല്ലാ അർത്ഥത്തിലും സ്യൂട്ടബിൾ ആയ ഒരു ഫീമെയിൽ ബോഡിക്കകത്ത് എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഫ്യൂഷൻ നടക്കുന്നു. കാര്യം മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ഒരുപാട് ഫിലിംസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും അല്ലെ? അതായത് ഇപ്പോ അച്ഛന്റെയും യഥാർത്ഥത്തിൽ ആ കുഞ്ഞെന്ന് പറയുന്നത് അതിന്റെ അച്ഛന്റെയും അമ്മയുടെയും കുഞ്ഞ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗ്യാമേറ്റ്, അതിന്റെ ഒറിജിനൽ പേരന്റ്സ് ആരാണോ അവരുടെ ഗ്യാമേറ്റ്സ് തന്നെയാണ്, അവരുടെ കുട്ടി തന്നെയാണ്. പക്ഷെ ആ കുട്ടിയെ പ്രഗ്നന്റ് ആകുന്നതും അല്ലെങ്കിൽ ആ കുട്ടിയുടെ 10 മാസത്തെ നമ്മൾ പറയും 9 മാസം ആ ഡേയ്സ്, ആ ഒരു ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത് അത് യഥാർത്ഥ അമ്മയുടെ ബോഡിയിലായിരിക്കില്ല, മറ്റൊരു അമ്മയുടെ ബോഡിയിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ഫിലിംസ് നിങ്ങൾ കണ്ടു കാണാൻ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് ഈ പറഞ്ഞ ഒരു ഇൻവിവോ ഫെർട്ടിലൈസേഷൻ മെത്തേഡ് ആണെന്ന് പറയാം. അപ്പൊ ഇതിനെ ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കാം. അതായത് ഗ്യാമേറ്റ്സിനെ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്? ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതിന്റെ ഷോർട്ട് ഫോം ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്, GIFT, ഗിഫ്റ്റ്. അപ്പൊ ഗിഫ്റ്റ് മനസ്സിലായല്ലോ. സ്വിഫ്റ്റും ഗിഫ്റ്റും കൂടി തിരിഞ്ഞു പോകരുത്. ഓക്കെ, സ്വിഫ്റ്റ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആയിരുന്നു, ഗിഫ്റ്റ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ ആണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം കൂടി ചിന്തിക്കാം. അതായത് ഇപ്പോ ഓവത്തിനോ സ്പേമിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പേരൻസ്, അമ്മയും അച്ഛനും, അവർക്ക് സമ്മതമാണെങ്കിൽ മറ്റൊരാളുടെ, ഇപ്പോ ഫീമെയിലിന് പ്രശ്നമില്ല, മെയിലിനാണ് പ്രശ്നം എന്ന് വിചാരിക്കാം. അപ്പോ മറ്റൊരു മെയിലിന്റെ സ്പേമും ഈ പ്രോബ്ലം ഇല്ലാത്ത അമ്മയുടെ ഓവവും തമ്മിൽ വേണമെങ്കിൽ എന്ത് ചെയ്യിക്കാം? ഫ്യൂഷൻ നടത്തിക്കാം. അപ്പൊ അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റൊരാളിൽ നിന്നും, ഡോണറിൽ നിന്നും നമുക്ക് എന്തിനെ കളക്ട് ചെയ്യേണ്ടി വരും? സ്പേമിനെ കളക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു അനുമതിയോടുകൂടി, അത് കുറെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, സോഷ്യൽ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങള്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കിപ്പോ ആ ടെക്നിക്ക് എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഗിഫ്റ്റ്, ഓക്കെ, തിരിഞ്ഞു പോകരുത് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ, സ്വിഫ്റ്റും ഗിഫ്റ്റും ഓർത്ത് വെച്ചേക്കാം. ഇനി മെയിൽസിന്റെ കേസില് നമ്മൾ പറഞ്ഞു ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണെന്ന് അറിയാം. അതായത് കൃത്യമായ സ്പേം കൗണ്ട്, ആ ഒരു എന്താ പറയുന്ന സെമൻ റിലീസ് ചെയ്യപ്പെടുന്നത് ഫീമെയിൽ യൂട്രസിലേക്ക് സ്പേമിന് അല്ലെങ്കിൽ ഓവത്തിനടുത്തേക്ക് സ്പേമിന് മൂവ് ചെയ്ത് പോകാൻ പറ്റണം. എന്തെങ്കിലും കാരണവശാല് സ്പേമിന് ആ ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് വിചാരിക്കാം, മൂവിന് കപ്പാസിറ്റി കുറവാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ സ്പേം കൗണ്ട് കുറവാണെങ്കിലും കൃത്യമായിട്ട് സ്പേംസിന് ഓവത്തിനടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റില്ല, ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പൊ പ്രശ്നം മെയിലിനാണെങ്കിൽ അവിടെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയും. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത് സെമനെ കളക്ട് ചെയ്തതിനു ശേഷം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? യൂട്രസിലേക്കോ അല്ലെങ്കിൽ ഓവത്തിനടുത്തേക്കോ എന്ത് ചെയ്യുക? ഇൻസെമിനേറ്റ് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇനി മറ്റൊരു നല്ല മെത്തേഡ് ഞാൻ പറഞ്ഞേ, സ്പേം കൗണ്ട് ഒക്കെ കുറവാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സ്പേമിനെ
കളക്ട് ചെയ്തതിന് ശേഷം ഒരെണ്ണം മതി, ഒരു സ്പെം, അതിനെ ഓവത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇഞ്ചെക്ട് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് അവിടെ എന്ത് നടക്കുന്നു, ഫ്യൂഷൻ നടക്കും. ഇതിനെ ഒരു പേര് വിളിക്കാം, ICSI അല്ലെങ്കിൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെം ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത്. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെം ഇഞ്ചക്ഷൻ. ഓവത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് സ്പെർമിനെ എന്ത് ചെയ്യുന്നു, ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പൊ ഇതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനിയുണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുമെന്ന് പറഞ്ഞില്ലേ, ഇത് ഒന്നുകിൽ വജൈനയിലേക്ക് നടത്താം അല്ലെങ്കിൽ യൂട്രസിലേക്ക് നേരിട്ട് തന്നെ ചെയ്യാം. യൂട്രസിലേക്കൊക്കെ നേരിട്ട് നമ്മൾ ഇൻസെമിനേഷൻ നടത്തിയാൽ ഫെർട്ടിലൈസേഷൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ യൂട്രസിലേക്കാണ് സെമൻ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേര് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ് പറയുന്നത്, IUI. അപ്പൊ നമുക്ക് അത്യാവശ്യം അറിയേണ്ട എല്ലാ ടെക്നിക്സും അതെങ്ങനെയാണെന്നും ആയിട്ടുണ്ട്. അപ്പൊ എല്ലാം വളരെ നന്നായിട്ട് തെറ്റെടുത്ത് തിരിഞ്ഞു പോകരുത്, വളരെ നന്നായിട്ട് തന്നെ ഈ ആർട്ട് ടെക്നിക്സ് ഇത്രയും അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, ഇൻവിട്രോയും ഇൻവിവോയുമായ കാര്യങ്ങൾ. അപ്പൊ ഞാൻ എല്ലാം കൂടെ ഒന്ന് ആ ടേംസ് ഓർക്കാൻ എന്ന് പറയുകയാണ്. ആദ്യം സ്വിഫ്റ്റ് IUT അത് ഒരുമിച്ച് തന്നെ ഓർക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഗിഫ്റ്റ് പറഞ്ഞു, ICSI പറഞ്ഞു, AI ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ പറഞ്ഞു, അതുപോലെ IUI ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഇനി ഈ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാൻ ചില ആൾക്കാർക്ക് മടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, മടി വെറും മടി ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ വളരെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അത്തരം ക്ലിനിക്സിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. മാത്രമല്ല ഇതിന്റെയൊക്കെ എക്സ്പെൻസ്, ചെലവെന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിന്റെ ഈ എക്സ്പെൻസ് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോ മറ്റൊരു മെത്തേഡ്, അവർക്ക് ഒരു കുട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പേരൻസിന് കൂടിയേ തീരൂ എന്നാണെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് അഡോപ്ഷൻ ആണ്, ദത്തെടുക്കൽ നമ്മൾ പറയും. അവിടെയും ഒരുപാട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും ചെന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെ നമ്മുടെ ഇഷ്ടം പോലെ അങ്ങനെ എടുത്തുകൊണ്ട് വരാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ അഡോപ്ഷനൊക്കെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫാക്ടേഴ്സ് അതിന് പിറകിലുണ്ട്. സോഷ്യൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ. അപ്പൊ എന്തായാലും ശരി, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൂടെ ഈ രണ്ട് ചാപ്റ്റർ, ഒരു ചാപ്റ്റർ ഞാൻ പറയുന്നില്ല, രണ്ട് ചാപ്റ്റർ, അതായത് ഒന്ന് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ, രണ്ടാമത്തെ കണ്ടിന്യൂഷൻ, രണ്ടാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഈ രണ്ട് ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം നിങ്ങൾക്കറിയേണ്ട നല്ല വശങ്ങളെല്ലാം തന്നെ അറിഞ്ഞു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോ ഈ അറിവുകൾ ഇത് ഗുണത്തിനാവാം ദോഷത്തിനുമാവാം. ഒരിക്കലും നമുക്ക് കിട്ടിയ അറിവുകളെ ഒരിക്കലും നമ്മൾ ദോഷത്തിന് വേണ്ടി എന്ത് ചെയ്യരുത്, ഉപയോഗിക്കരുത്. ഒരു ദോഷവും നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും നല്ല വശങ്ങൾ മാത്രം എടുക്കാം. IVF involves three main processes. Follicle aspiration. Here, eggs are harvested from the ovaries using a suction device connected to a needle. The needle penetrates vagina and the ovary to collect several eggs at a time. Fertilization. Here, the eggs are placed in a petri dish and artificially inseminated using the enriched and processed sperms from the semen sample collected. Eggs are either mixed with sperms or a single sperm is injected into the egg. The second process is called intracytoplasmic sperm injection. Embryos are then monitored for 3 to 5 days in the lab. Sometimes, lab may create zona pellucida around some of the embryos. This assisted hatching helps embryos to get implanted into the uterus.
Embryo transfer. Here, the fertilized eggs are transferred to the uterus. Hormone therapy is done to help embryos to get implanted. Some embryos are transferred right away, and some are frozen for future use. A tool called speculum is inserted into the vagina, so that the cervix is clearly visible. Fluid containing embryos is taken into a syringe. Syringe is attached to a long catheter, which is then inserted into the uterus via cervix. Embryos are then injected inside. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററാണ് ജെനറ്റിക്സ്.